പുല്ലുമേഞ്ഞ കുടിലായിരുന്നു പണ്ട് വാവർനട. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം നേരിട്ടിടപെട്ടതിന്റെ ഫലമായി ദേവസ്വം ബോർഡ് അതിനെ ഇന്നു കാണുന്ന രീതിയിൽ പരിഷ്കരിച്ചു. തുടർന്ന് നാളിതുവരെ ശബരിമല കേന്ദ്രീകരിച്ച് വൻ നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടും വാവർനടയ്ക്ക് മാത്രം കാലത്തിനനുസരിച്ച പുനരുദ്ധാരണവും വികസനവും ദേവസ്വം ബോർഡ് ലഭ്യമാക്കിയില്ല. ഇപ്പോൾ സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അതുകൊണ്ട് തന്നെ വാവർനട തേടി അലയേണ്ട അവസ്ഥയാണുള്ളത്. പോരായ്മയുണ്ട്. അതിന് ഇവിടെ ഒരു ചെറിയൊരു ഇതുമാതിരി ഇങ്ങനെ വെച്ചിട്ട് വരുമ്പോൾ ഭക്തർക്ക് നിന്ന് ഒരു ദർശനം നടത്താനും അല്ലെങ്കിൽ സംവിധാനങ്ങൾ മറ്റുള്ളതിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. പല കാലഘട്ടങ്ങളിൽ വാവർനട തീർത്ഥാടകർക്ക് സന്ദർശിച്ച് ആരാധന നടത്താൻ പാകത്തിൽ ഉചിതമായ സ്ഥല സൗകര്യത്തോടെ പരിഷ്കരിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോഴും വഴിയിൽ നിന്ന് വാവരെ തൊഴുത് പ്രസാദം വാങ്ങേണ്ട അവസ്ഥയാണ് ഭക്തർക്കുള്ളത്. ഇവിടുത്തെ ആരാധനകൾ നിയന്ത്രിക്കുന്ന വാവരുടെ പിന്മുറക്കാർക്കും ദേവസ്വത്തിന്റെ നിലപാടുകളിൽ കടുത്ത അമർഷമാണുള്ളത്. അതിഥികളെ സ്വീകരിച്ച് നിർത്താനുള്ള ഒരു സൗകര്യങ്ങൾ, അതിന് സ്വല്പം കൂടെ പുറകോട്ട് സ്വല്പം കൂടെ സൗകര്യങ്ങൾ കിട്ടിയാൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു. പിന്നെ ഈ സാധനങ്ങൾ കൊണ്ട് സൂക്ഷിക്കാനുള്ള സൗകര്യം, മഴയും വെള്ളം വന്നാൽ അത് നനഞ്ഞു പിറകി പോവുക. അപ്പോൾ അത് കുറേ കൂടെ സൂക്ഷിച്ച് ദേവസ്വത്തിലെ ആവശ്യത്തിനാണ് സൂക്ഷിച്ചിടുക എന്നുള്ളതിനുള്ള സൗകര്യങ്ങൾ കിട്ടുക ഏറ്റവും പരമപ്രധാന കാര്യമാണ്. വാവർനടയുടെ എല്ലാ വശങ്ങളും ഇപ്പോൾ ഇരുമുടിക്കെട്ടിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന സംഭരണികളായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറെ ദുഃഖകരം. മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ശബരിമല നടയിൽ വാവർനട നൽകുന്നത്. ഈ സന്ദേശം ലക്ഷക്കണക്കിനായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരിലേക്ക് പകരാൻ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ശബരിമല സന്നിധിയിൽ വാവർക്കൊരുക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ കർത്തവ്യമാണ്. ശബരിമലയിൽ നിന്നും ക്യാമറമാൻ പ്രകാശ് ശിവന്തക്കിനൊപ്പം ആർ രാധാകൃഷ്ണൻ, ജയ്ഹിന്ദ് ന്യൂസ്.